നീണ്ടൂർ ക്ഷേമോദയം സഭവക തിരുമാന്താംകുന്നിൽ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. കൊളത്തൂർ പുരുഷോത്തമൻ നായരാണ് യജ്ഞാചാര്യൻ. ഇതോടനുബന്ധിച്ച് കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ചിറ്റാറ്റുകര കവലയിൽ എത്തിച്ചേർന്ന് സഭയുടെ 5 കുടുംബ യൂണിറ്റുകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെ ക്ഷേത്ര കവാടത്തിലെത്തി യജ്ഞാചാര്യനെയും മറ്റ് വിശിഷ്ട അതിഥികളെയും പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിച്ചു.
സിനി ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി CR മോഹനൻ ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് കലവറ നിറയ്ക്കൽ നടന്നു. ധീവരസഭ പറവൂർ താലൂക്ക് പ്രസിഡന്റ് സുനിൽകുമാർ VR നോട്ടീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 16-ന് യജ്ഞം സമാപിക്കും. ഉത്സവം തന്നെയാണ്. ഈ 9-ാം തീയതി, നവംബർ 9-ാം തീയതി ഇന്ന് നമ്മളൊക്കെ ഈ ദേവിയുടെ സന്നിധിയിൽ ഒത്തുകൂടുമ്പോൾ ഇതിൻ്റെ തിരിതെളിക്കൽ കർമ്മവുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ ഇതിൻ്റെ തിരിതെളിക്കേണ്ടത് പ്രിയപ്പെട്ട സജീവ് മാനാടിയിലാണ്. അദ്ദേഹം ഇന്ന് അബുദാബിയിലാണ്, വർഷങ്ങളായിട്ട് അവർ വ്യവസായിയാണ്. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മലയാളികളോട് സംവദിക്കുന്നതിന് വേണ്ടിയായിട്ട് അബുദാബിയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശന ദിവസമാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് മലയാളികളായിട്ടുള്ള ഒരുപാട് വ്യവസായികളും പ്രവാസി മലയാളികളുമാണ്. അതിൽ പ്രമുഖനായ ഒരു വ്യക്തി തന്നെയാണ് സജീവേട്ടൻ. അതുകൊണ്ട് തന്നെ സജീവേട്ടനാണ് ആ കമ്മിറ്റിയുടെ സ്വാഗത സംഘം ചെയർമാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടുനിന്നത്. അത് പ്രത്യേകം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദര നിലയിൽ നിങ്ങളെ ഇവിടെ അറിയിക്കുകയാണ്. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇവർ സംഘാടകർ എൻ്റെ വീട്ടിൽ വന്നത് 2 ദിവസം മുമ്പാണ്. വന്നവരൊക്കെ തന്നെ അവരുടെ മുഖത്ത് ഞാൻ കണ്ടു അവരുടെ ഒരു ആശങ്ക. അതിൽ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനും വിനോദ് ചേട്ടനും ഷിബിനും ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. താങ്കുന്നിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 8ാമത് സപ്താഹ യജ്ഞത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. 8 ഭാഗവത സപ്താഹം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഈ ക്ഷേത്രത്തിനും ക്ഷേത്രപ്രദേശത്തിനും ഒരു പുണ്യമായി കരുതണം. അപ്പോൾ നമ്മളുടെ ക്ഷേത്രം ഒരു പുണ്യക്ഷേത്രമാണ്, നമ്മളുടെ ഭൂമി ഒരു പുണ്യഭൂമിയാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ഈശ്വരാധീനത്തിനായി സമർപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. മഹർഷിമാരുടെ കാലഘട്ടത്തിൽ തപസ്സാണ് അനുഷ്ഠിച്ചിരുന്നത്. അത് രാജവംശകാലമായപ്പോൾ യാഗമായിട്ട് മാറി. പിന്നീട് ഹോമപൂജാദികളും നാമജപാദികളും ഒക്കെയായിട്ട് പരിവർത്തനപ്പെട്ടു. ഭഗവാനും ഭഗവതിക്കും ആദ്യമായി നന്ദി പറയുകയാണ്. ഇന്ന് രാവിലെ വെളുപ്പിന് പെയ്ത മഴ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു, ഭഗവാനെ ഭഗവതി എന്താണിത്? പക്ഷേ പ്രകൃതി നമ്മളെ കനിഞ്ഞനുഗ്രഹിച്ചു. ഇതുവരെ മഴയുടെ ഒരു ലാഞ്ചന പോലും നമ്മൾ കണ്ടില്ല. ആ കാർമേഘം മൂടി നിന്ന അന്തരീക്ഷത്തിൽ ഇത്രയും ഭംഗിയായി നടക്കാൻ നമ്മളെ അനുഗ്രഹിച്ചതും ഭഗവാനും ഭഗവതിയും അതിൽ പങ്കെടുത്ത എല്ലാ കുടുംബ യൂണിറ്റുകൾക്കും How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Oh, really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.